ഒരു പ്രതിപക്ഷ MLA-യുടെ സഹോദരനായ ഒരാളുടെ ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിളിൽ പറയുന്ന എല്ലാം വായിക്കാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് ട്വീറ്റുകളുണ്ട് സാർ, ഞാൻ അത് വായിക്കുന്നില്ല. അതിൽ 2-3 കാര്യങ്ങൾ മാത്രം വായിക്കുന്നു. Irrespective of the test type used, however, it is evident that Kerala's testing strategy has so far been more effective compared to the national average in detecting a higher proportion of cases. സർ, രാജ്യത്തെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ വിഭാഗത്തിൽ ആദ്യത്തെ 12 സ്ഥാനവും കേരളം നിലനിർത്തുകയാണ്. സർ, തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം പൂടനാട് കുടുംബാരോഗ്യ കേന്ദ്രവും കാസർഗോഡ് കയ്യൂർ രക്തസാക്ഷി സ്മാരക കുടുംബാരോഗ്യ കേന്ദ്രവും 99% സ്കോർ കരസ്ഥമാക്കി ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്. സർ, ജില്ലാതല ആശുപത്രികളുടെ കൂട്ടത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി കോഴിക്കോട് 96% സ്കോറോടെ ദേശീയ തലത്തിൽ 1ാം സ്ഥാനം പങ്കിട്ടു. താലൂക്ക് ആശുപത്രി ചാലക്കുടി 98.07% സ്കോർ കരസ്ഥമാക്കി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സബ് ജില്ലാ ആശുപത്രിയായി മാറി. സർ, അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ NQAS അംഗീകാരം നേടുന്ന സംസ്ഥാനവും 30 എണ്ണമാണ്, കേരളമാണ്. സർ, 3 ഘട്ടങ്ങളിലായിട്ടാണ്, അത് ബഹുമാനീയരായിട്ടുള്ള അംഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു, 3 ഘട്ടങ്ങളിലായിട്ടാണ് ആർദ്ര മിഷനിൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ വികസന പരിവർത്തനം ആവിഷ്കരിക്കപ്പെട്ടത്. 886 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കാൻ തെരഞ്ഞെടുത്തതിൽ 496 എണ്ണം ഇതിനകം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചു. ബാക്കിയുള്ളവയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ആഴ്ച ബഹുമാന്യനായ മുഖ്യമന്ത്രി 6 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ കൂടി ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. സർ, ബ്ലോക്ക് തല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടത്തിലെ 76 എണ്ണം ഈ സാമ്പത്തിക വർഷം നമ്മൾ പൂർത്തീകരിക്കും. 2ാം ഘട്ടത്തിൽ എല്ലാ ബ്ലോക്ക് തല CHSCകളെ, ബ്ലോക്ക് തലത്തിൽ ഒരു CHSCയെ ഫാമിലി CHSC ആയി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സർ, സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള 82 ആരോഗ്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 7019.18 കോടി രൂപയുടെ ഭരണാനുമതി കഴിഞ്ഞ സർക്കാർ നൽകിയിട്ടുണ്ട്. 44 ഡയാലിസിസ് സെന്ററുകളും 10 കാത്ത് ലാബുകളും ഇതിൽ ഉൾപ്പെടുന്നു. തിരുവനന്തപുരം, കോന്നി, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, പരിയാരം, വയനാട്, കാസർഗോഡ് എന്നീ മെഡിക്കൽ കോളേജുകളോടൊപ്പം ആരോഗ്യവകുപ്പിന് കീഴിലുള്ള വിവിധ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, അതുപോലെ തന്നെ RCC ക്യാൻസർ സെന്ററുകൾ, റീജിയണൽ ക്യാൻസർ സെന്ററുകൾ, RCC, MCC എന്നിവയുടെ വികസനം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ലിസ്റ്റ് വായിക്കുന്നില്ല സർ. സർ, ഭരണാനുമതി നൽകിയ 82 പദ്ധതികളിൽ 56 എണ്ണത്തിനാണ് 4042.92 കോടി രൂപയുടെ സാമ്പത്തികാനുമതി ലഭ്യമായിട്ടുള്ളത്. സർ, ഇതിൽ പൂർത്തീകരിച്ചവയുണ്ട്. പുനലൂരിലെ താലൂക്ക് ആശുപത്രി, എറണാകുളം ജനറൽ ആശുപത്രി തുടങ്ങിയ ആശുപത്രികൾ പൂർത്തീകരിക്കപ്പെട്ട ആശുപത്രികളാണ്. സർ, സമയബന്ധിതമായി ഈ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്, അതുപോലെ അവലോകനം ചെയ്യുന്നതിന്, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്, SPVകളെ ഏകോപിപ്പിക്കുന്നതിനൊക്കെ തന്നെ ഒരു ജോയിന്റ് സെക്രട്ടറി തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ പ്രത്യേകമായി ഇപ്പോൾ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. സർ, ദ്വിതീയ ആശുപത്രികളിൽ കിഫ്ബിയിൽ നിന്ന് അനുമതി ലഭിച്ച 20 ഇടങ്ങളിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഡയാലിസിസ് സെന്ററുകളിൽ 43 എണ്ണം പൂർത്തിയായി. ആലത്തൂര്, നീലേശ്വരം, വടക്കാഞ്ചേരി എന്നീ 3 ആശുപത്രികളിലെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ജനറൽ ആശുപത്രികളായ കാഞ്ഞിരപ്പള്ളി, തൃശൂർ, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലെ കാത്ത് ലാബും ഉടൻ പ്രവർത്തനം ആരംഭിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ അടുത്ത മാസം തന്നെ പ്രവർത്തനം ആരംഭിക്കും. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ കാത്ത് ലാബ് നിർമ്മാണം അടുത്ത മാസവും, ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഡിസംബറിലും പൂർത്തിയാവും. സർ, ജില്ലാ താലൂക്ക് ആശുപത്രികളെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെ നിശ്ചിത മാനദണ്ഡങ്ങൾ അനുസരിച്ച് സൗകര്യങ്ങൾ വികസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. രോഗി സൗഹൃദമാക്കുന്നതിനായുള്ള OP ട്രാൻസ്ഫർമേഷൻ ജില്ലാ താലൂക്ക് തലങ്ങളിൽ 10 എണ്ണം പൂർത്തിയായി. ബാക്കിയുള്ള 14 ഇടത്ത് നിർമ്മാണം പുരോഗമിക്കും. സർ, ഈ ഘട്ടത്തിൽ ആർദ്രത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ദൌത്യവും പരിപാടികളും കൂടുതൽ ഊർജ്ജസ്വലമായി ഏറ്റെടുക്കുകയാണ്. സർ, ആരോഗ്യ സൂചികയിൽ നാം മുന്നിൽ നിൽക്കുമ്പോഴും പല അംഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. കേരളത്തിൽ ഉണ്ടാകുന്ന 60% മരണവും ജീവിതശൈലി രോഗത്തെ തുടർന്ന് ഉള്ള അനുബന്ധ രോഗങ്ങൾ മൂലമാണ്. ഇതിന് മാറ്റമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ സർക്കാർ നടത്തിയത്. അതിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകണം. രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നതിനോടൊപ്പം പ്രധാനമാണ് രോഗാതുരത കുറയ്ക്കുക എന്നുള്ളത്. ഒരു കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ആരോഗ്യ നിരീക്ഷണത്തിലൂടെയും ആരോഗ്യ ബോധവൽക്കരണത്തിലൂടെയും കൃത്യമായ പരിശോധനകൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ ഇടപെടലുകൾ നടത്തി വ്യായാമത്തിലൂടെയും കായിക പ്രവർത്തനത്തിലൂടെയും രോഗം വരാനുള്ള സാധ്യതകളെ കണ്ടെത്തുകയും ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. സർ, ഈ പ്രവർത്തനങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി ഊർജിതപ്പെടുത്തും. ഈ ഹെൽത്ത് സംവിധാനം വഴി ഈ പ്രവർത്തനങ്ങളുടെ കൃത്യമായ മോണിറ്ററിംഗ് ഉറപ്പാക്കും. ഈ ഹെൽത്ത് പ്രൊജക്ടിന്റെ ഭാഗമായി ഓരോരുത്തർക്കും UHID നമ്പർ നൽകും. ഇതിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയാക്കും. സർ, ജീവിതശൈലി രോഗങ്ങളുടെ മരണനിരക്കും രോഗാതുരതയും കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള ആസൂത്രിതമായ ജനകീയ ഇടപെടലുകളിൽ
പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ടാകും മുന്നോട്ട് പോവുക. പ്രമേഹ രോഗ ഗവേഷണത്തിനും പഠനത്തിനും തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിസ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനും ചികിത്സയ്ക്കുമായി അമൃതം ആരോഗ്യം പദ്ധതി 14 ജില്ലകളിലും ഇതിനോടകം നടപ്പിലാക്കിയിട്ടുണ്ട്. സർ, ജീവിതശൈലി രോഗപ്രതിരോധം ഊർജിതമാക്കുന്നതിനൊപ്പം ക്യാൻസർ ചികിത്സയിലും ആന്തരികാവയവ രോഗ ചികിത്സയിലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായി പ്രത്യേക പ്രാധാന്യം നൽകി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. റീജിയണൽ ക്യാൻസർ സെന്ററുകളെ പ്രവൃത്തിഭാരം കുറയ്ക്കുന്നതിനും രോഗികൾക്ക് വേഗം ചികിത്സ ഉറപ്പാക്കുന്നതിനും മെഡിക്കൽ കോളേജുകളിലും ജില്ലാതലങ്ങളിലും ക്യാൻസർ ചികിത്സ ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ തുടരും. പ്രാരംഭഘട്ടത്തിൽ തന്നെ ക്യാൻസർ രോഗം കണ്ടെത്തുന്നതിനുള്ള ഡിറ്റക്ഷൻ സംവിധാനങ്ങളും ക്യാമ്പുകളും ഏർലി ഇന്റർവെൻഷനുകളും ശക്തമാക്കും. സ്തനാർബുദം, തൈറോയിഡ് ക്യാൻസർ എന്നിവ കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച കൃത്യമായ ഗവേഷണം നടത്തും. സർ, മലബാർ ക്യാൻസർ സെന്ററിൽ ബോൺ ക്യാൻസറിനായി വില കുറഞ്ഞ പ്രോസസ്സസ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. കേരളത്തിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന ക്യാൻസർ രോഗികളിലെ രോഗസ്വഭാവത്തെയും രോഗത്തെയും സംബന്ധിച്ച വിവരങ്ങളിൽ ഗവേഷണവും പഠനവും നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നമുക്കൊരു ഡേറ്റാബേസും ആവശ്യമാണ്. സർ, കോവിഡ് വാക്സിൻ ക്ലിനിക്കൽ ട്രയലിനുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്ത 15 സ്ഥാപനങ്ങളിൽ ഒന്നാണ് മലബാർ ക്യാൻസർ സെന്റർ. സർ, ക്യാൻസർ സെന്ററുകളിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കേണ്ടതും അനിവാര്യതയാണ്. RCCയിൽ 14 നിലകളിൽ 26,038 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള കെട്ടിടം കൊച്ചിൻ ക്യാൻസർ സെന്ററിലെയും MCCയിലെയും കിഫ്ബി പ്രവർത്തികൾ എന്നിവ സമയബന്ധിതമായി പൂർത്തിയാകും. സർ, അവയവമാറ്റ ശസ്ത്രക്രിയകൾ ഒരു കുടുംബത്തിന്റെ അല്ല വ്യക്തിയുടെ സാമ്പത്തിക അവസ്ഥയെ തീർത്തും പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണുള്ളത്. കേരളത്തിൽ സർക്കാർ മേഖലയിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ ഇപ്പോൾ നടക്കുന്നില്ല. 2 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരവും കോട്ടയവും. മാസങ്ങൾക്കുള്ളിൽ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ കേരളത്തിൽ സർക്കാർ തലത്തിൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അവയവദാന പ്രക്രിയയിൽ കാലതാമസം ഒഴിവാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി അവയവദാനത്തിന് അംഗീകാരം നൽകുന്ന ജില്ലാ ഓതറൈസേഷൻ കമ്മിറ്റിയിൽ മാറ്റം വരുത്തി കോവിഡ് സാഹചര്യത്തിൽ അതത് മെഡിക്കൽ കോളേജുകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നോമിനിയായി നിയമിച്ചാണ് ഉത്തരവിറക്കിയത്. ഇതോടെ ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റി വേഗത്തിൽ യോഗം കൂടി തീരുമാനമെടുക്കാൻ കഴിയും. സർ, മെഡിക്കൽ കോളേജുകളെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കുന്നതിനുള്ള ഊർജിതമായ ശ്രമങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്ത് പുതിയ കോഴ്സുകളും ഗവേഷണ സാധ്യതകളും വർദ്ധിപ്പിക്കും. സംസ്ഥാനത്തെ 2 മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തും കോഴിക്കോടും CDC മാതൃകയിൽ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ടെർഷറി ക്യാൻസർ ചികിത്സയ്ക്കും എമർജൻസി മെഡിസിൻ വിഭാഗം ശാക്തീകരിക്കുന്നതിനും എമർജൻസി മെഡിസിൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ അതിനുള്ള ശ്രമം നടത്തും. എമർജൻസി മെഡിസിൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ 2 മെഡിക്കൽ കോളേജുകളിൽ ആരംഭിക്കും. സർ, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആദ്യമായി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഗ്രാജുവേഷൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ENTയിലാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. UGയിലും PGയിലും മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. സർ, കോന്നിയിലും ഇടുക്കിയിലും കോന്നി മെഡിക്കൽ കോളേജിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും 2022-23 അക്കാദമിക് ഇയറിൽ ക്ലാസുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമമാണ് സർ തുടരുന്നത്. സർ, ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗ ചികിത്സയിൽ പെറ്റ് സ്കാനർ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് ആദ്യമായി ഇവ സ്ഥാപിക്കുക. അതുപോലെ പാരിപ്പള്ളി, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിൽ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കുകയാണ്. ഇതിനായിട്ടുള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് പൂർത്തിയാക്കിയിട്ടുണ്ട്. സർ, രോഗപ്രതിരോധ പ്രവർത്തനത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും ആയുഷ് സമ്പ്രദായങ്ങളുടെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തി രോഗാതുരത കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ആയുഷിനെ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും ബഹുമാന്യരായി പറഞ്ഞിട്ടുള്ള അംഗങ്ങൾ വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആയുഷ് ആരോഗ്യ ശാസ്ത്രങ്ങളായ ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. 2023-24 ആകുമ്പോഴേക്കും 600 ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ സംസ്ഥാനത്ത് വികസിപ്പിച്ചെടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. യോഗ ട്രെയിനറുടെയും ആശാപ്രവർത്തകരുടെയും സേവനവും വിവിധതരം ആരോഗ്യ പരിശോധനകളും ലാബ് സൗകര്യങ്ങളും ഈ കേന്ദ്രങ്ങളിൽ അധികമായി ഉണ്ടാകും. ആയുഷ് ഡിസ്പെൻസറികളെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളാക്കുന്നതോടെ ആരോഗ്യ സംരക്ഷണത്തിലും പ്രതിരോധത്തിലും ചികിത്സയിലും ആയുഷ് ശാസ്ത്ര ശാഖകൾ കൂടുതൽ ഫലപ്രദമാക്കുവാനും ജനകീയമാക്കുവാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർ, ഔഷധ സസ്യ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി വകുപ്പ് ആരാമം ആരോഗ്യം എന്ന പദ്ധതിക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. മറ്റത്തൂർ ലേബർ സൊസൈറ്റി പോലെയുള്ള കൃഷിക്കാരുടെ കൂട്ടായ്മകളിൽ നിന്നും ട്രൈബൽ സൊസൈറ്റികളിൽ നിന്നും കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും
ന്യായവില ഉറപ്പുവരുത്തി ഔഷധി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഔഷധ സസ്യങ്ങൾ വാങ്ങുന്ന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അടുത്ത വർഷമാകുന്നതോടെ സംസ്ഥാനത്ത് 700 ഹെക്ടർ സ്ഥലത്ത് കൂടി ഔഷധ സസ്യ കൃഷി ആരംഭിക്കാൻ കഴിയും. സർ, സീറോ കാർബൺ എമിഷൻ പദ്ധതിയുടെയും സാമൂഹ്യ വനവൽക്കരണത്തിന്റെയും ഭാഗമായി ഇടുക്കി, വയനാട്, പത്തനംതിട്ട മലയോര മേഖലകളിൽ ഔഷധ സസ്യ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സർ, ആയുർവേദ മരുന്നുകളുടെ ഗുണമേന്മ സൂചകമായി ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകുന്ന ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഔഷധി ഉൽപ്പാദിപ്പിക്കുന്ന 33 ഇനം മരുന്നുകൾക്കും 173 ഇനങ്ങൾക്ക് ആയുഷ് സ്റ്റാൻഡേർഡ് മാർക്ക് സർട്ടിഫിക്കേഷനും ലഭ്യമാക്കി കഴിഞ്ഞു. ഔഷധ നിർമ്മാണ മേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് കണ്ണൂരിലെ അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് പദ്ധതി റീടെൻഡർ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 19-ാം തീയതി ടെൻഡർ ഓപ്പൺ ചെയ്യും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സെപ്റ്റംബർ അവസാനത്തോടെ പ്രവർത്തനം തുടങ്ങാൻ കഴിയും. സാർ, ഇടുക്കിയിലെ പുതിയ സർക്കാർ ആയുർവേദ ആശുപത്രിയുടെയും നിർമ്മാണം സമയബന്ധിതമായി ആരംഭിക്കും. ആയുർവേദത്തിൽ എന്ന പോലെ ഹോമിയോപ്പതിയിലും ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കും. ഹോംകോയുടെ നിലവിലെ ഉൽപ്പാദനക്ഷമതയ്ക്കും വളരെയധികമാണ് ലഭിക്കുന്ന ഓർഡറുകൾ. ഹോമിയോ മരുന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. കോവിഡ് പ്രതിരോധത്തിലും ആയുഷ് വകുപ്പ് ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. സർ, ഇവിടെ സംസാരിച്ച ബഹുമാന്യരായ അംഗങ്ങൾ ബഹുഭൂരിപക്ഷവും ഈ സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിൽ COVID-19 സംബന്ധിച്ച സംസ്ഥാനത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സർ, ബഹുമാന്യനായ തിരുവല്ല മെമ്പർ മാത്യു തോമസ് സാർ ഇവിടെ വായിച്ചു CMC വെല്ലൂരിലെ പ്രമുഖ മൈക്രോബയോളജിസ്റ്റും വൈറോളജിസ്റ്റുമായ പ്രൊഫസർ ഗഗൻദീപ് ഗാംഗിന്റെ വാക്കുകൾ. ഞാൻ അതിൽ ഒരു സെന്റൻസ് ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. The large number of COVID-19 cases in Kerala and the low zero positivity compared to the national scenario is a result of the state's outstanding job in flattening the curve in the pandemic. എനിക്ക് ബഹുമാനിയായ ഈ പ്രൊഫസറുടെ രാഷ്ട്രീയമൊന്നും എനിക്കറിയില്ല സർ. പക്ഷേ എൻ്റെ മുന്നിൽ മറ്റൊരു ആർട്ടിക്കിളുണ്ട്. ദ വയർ എന്ന മാധ്യമത്തിലെ ഓൺലൈൻ മാധ്യമത്തിലെ ഈ സഭയിലെ പ്രതിപക്ഷ MLA-യുടെ സഹോദരനായ ഒരാളുടെ ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിളിൽ പറയുന്ന എല്ലാം വായിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ട്വീറ്റുകളുണ്ട് സാർ. ഞാൻ അത് വായിക്കുന്നില്ല. അതിൽ 2-3 കാര്യങ്ങൾ മാത്രം വായിക്കുന്നു. Irrespective of the test type used, however, it is evident that Kerala's testing strategy has so far been more effective compared to the national average in detecting a higher proportion of cases. സുദീർഘമായിട്ടുള്ള ഒരു ലേഖനമാണ്. ഞാൻ അതിൻ്റെ അവസാനത്തെ സെന്റൻസ് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു സർ. സർ, the current level of infections at under 20,000 daily new cases is well within the capacity of Kerala's healthcare infrastructure to manage comfortably. While that provides the inadvertent impression that the state is unable to contain the epidemic, a slower spread imposes lower stress on the public healthcare system and improves the chances of saving each life. Sir, നമ്മുടെ മുന്നിൽ 2 മാർഗങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്തത് ഇവിടെയാണ്. നമുക്ക് ഈ 2 മാർഗങ്ങളിൽ ആദ്യത്തേത് ഒരു മാസീവ് പാൻഡമിക് അറ്റാക്ക് കേരളത്തിൽ ഉണ്ടാകുന്നു. ഒറ്റയടിക്ക് നമ്മുടെ ജനങ്ങൾക്ക് ഈ പകർച്ചവ്യാധി പിടിപെടുന്നു. ഒരറ്റത്ത് നിന്ന് തുടങ്ങി എല്ലാവരിലേക്കും ഈ രോഗം എത്തുന്നു. അപ്പോൾ ഇവിടെ സീറോ പ്രിവലൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ചിലർ പറയുന്നത് കേട്ടു, നമ്മുടെ സഭയിലല്ല പറയുന്നത് കേട്ടു, രോഗം വന്നു പോയാൽ പോരെ, അപ്പോൾ ആന്റിബോഡി ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ പറഞ്ഞ ICMR-ന്റെ 42.7% സീറോ പോസിറ്റിവിറ്റിയിൽ രോഗം വന്നവരും വാക്സിനേറ്റഡ് ആയിട്ടുള്ളവരും ഉണ്ട്. ഇപ്പോൾ വാക്സിനേറ്റഡ് ആയിട്ടുള്ളവരുടെ കൂടി ശതമാനത്തിന് വളരെ താഴെയാണ് ഇപ്പോൾ രോഗം വന്നവരുടെ എണ്ണം. പക്ഷെ സാർ, അങ്ങനെ രോഗം വന്നു പോയാൽ മതിയെന്ന് തീരുമാനിച്ചാൽ ലോകത്തിൽ 42.4 ലക്ഷം ആളുകളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇന്ത്യയിൽ അത് 4.25 ലക്ഷമാണ്. സാർ, അത് മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം സെക്കൻഡ് വേവ് നമുക്ക് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഡെൽറ്റ വേരിയന്റ് കൊണ്ടാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് പോസ്റ്റ് കോവിഡ് ഡിസീസസ് വളരെ കൂടുതലാണ്. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ പേശി സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി ന്യൂറോ ഡിസീസസ്, ക്ഷയരോഗം വരെ പോസ്റ്റ് കോവിഡ് ഡിസീസസ് ആയി ആളുകളിൽ കാണപ്പെടുന്നുണ്ട്. സർ, ഇതിന് ആളുകളെ അനുവദിക്കണോ? നമ്മുടെ കേരളത്തിന് പുറത്ത് പല മാതൃകകളും ഉണ്ട് ഇങ്ങനെ ഒരു മാസീവ് അറ്റാക്ക്. രണ്ടാമത്തേത് ഈ വൈറസിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ്. അത് ആദ്യം മുതൽ അതിനുള്ളൊരു സ്ട്രാറ്റജി നമ്മൾ എടുത്തു.
അതാണ് ടെസ്റ്റ് ചെയ്യുക, ട്രേസ് ചെയ്യുക, ട്രീറ്റ്മെന്റ്. നമ്മൾ എല്ലാ കോൺടാക്ട്സും ഐഡന്റിഫൈ ചെയ്യുന്നു, ക്വാറന്റൈനിലാകാൻ ആവശ്യപ്പെടുന്നു. ഇവിടെ എനിക്ക് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ടോട്ടൽ മെഡിക്കൽ കപ്പാസിറ്റി ത്രഷ് തൊട്ട് താഴെ, ടോട്ടൽ മെഡിക്കൽ കപ്പാസിറ്റി ത്രഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശുപത്രികളിലെ കിടക്കകളുടെ എണ്ണം, ICU ബെഡുകളുടെ എണ്ണം, വെന്റിലേറ്ററുകളുടെ എണ്ണം. നമുക്കറിയാം കേരളത്തിൽ സർക്കാർ മേഖലയിൽ സ്വകാര്യ മേഖലയിലൂടെ കണക്കിലെടുക്കുമ്പോൾ എത്രയുണ്ട് എന്നുള്ളത്. അപ്പൊ അതിന് താഴെ നമ്മളുടെ രോഗികളുടെ എണ്ണം നിലനിർത്തുക. കേരളത്തിൽ ആരെങ്കിലും ആശുപത്രികൾക്ക് മുന്നിൽ ഓക്സിജൻ ഇല്ലാതെ പിടഞ്ഞു മരിച്ചിട്ടുണ്ടോ? ICU ഫെസിലിറ്റി ഇല്ലാതെ മരിച്ചിട്ടുണ്ടോ? സർ, ആ മെഡിക്കൽ കപ്പാസിറ്റി, ഞാനൊരു വാദപ്രതിവാദത്തിനില്ല സർ. സർ 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 ഈ ടോട്ടൽ മെഡിക്കൽ കപ്പാസിറ്റി ത്രഷ് താഴെ നമ്മുടെ രോഗികളുടെ എണ്ണത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത് സർ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സീറോ പ്രിവലൻസ് സ്റ്റഡി 4ാമത്തെ സ്റ്റഡിയാണ്. ഈ 4ാമത്തെ പഠനം എന്താണ് വ്യക്തമാക്കുന്നത്? 42.7%. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം, രാജ്യത്തിന്റെ ജനസാന്ദ്രത 860 per square kilometer ആണെങ്കിൽ കേരളത്തിന്റേത് 430 ആണ്. രാജ്യത്തിന്റെ ജനസാന്ദ്രതയുടെ ഇരട്ടിയാണ്, തിരിച്ചാണ്. അതായത് രാജ്യത്തെ ജനസാന്ദ്രത 430 ആണെങ്കിൽ കേരളത്തിലെ ജനസാന്ദ്രത 860 ആണ്, ഇരട്ടിയാണ് കേരളത്തിൽ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ മുതിർന്ന പൗരന്മാരുടെ ശതമാനം, അവരുടെ ജനസംഖ്യയുടെ ശതമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ കേരളം സ്വീകരിച്ച സ്ട്രാറ്റജി ആയിരുന്നു ശരി എന്നുള്ളതാണ് ഈ സീറോ പ്രിവലൻസ് സ്റ്റഡി വ്യക്തമാക്കുന്നത്. സാർ, നമ്മൾ ചെയ്തത് ഈ വേവിനെ ട്രാഗ് ചെയ്യാനാണ്, പിടിച്ചു നിർത്താനാണ്. അതുപോലെ ഏപ്രിൽ പകുതിയോടുകൂടിയാണ് നമ്മുടെ കേരളത്തിൽ 2ാം തരംഗം ആരംഭിക്കുന്നത്. സർ, 2021 ജനുവരിയിലും ഇതേ സാഹചര്യം അന്നുണ്ടായിരുന്നു. കാരണം ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് ഇവിടെയാണെങ്കിലും 1ാം തരംഗം നമുക്ക് പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞാണ് ഉണ്ടായത്. ആ 1ാം തരംഗം ഉണ്ടായി, വൈകി ഉണ്ടായി. ജനുവരി 2021 കേരളത്തിലെ കേസുകൾ ഇന്ത്യയിലെ മൊത്തം കേസുകളുടെ 50%, 40%-ന് മുകളിലായിരുന്നു. 2ാം തരംഗത്തിന്റെ ഈ ഘട്ടത്തിലും നമുക്ക് ഇന്ത്യയിലെ കേസസിന്റെ നല്ലൊരു ശതമാനം, 40%-ത്തിനടുത്ത് കേരളത്തിൽ നിന്നാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് കേരളത്തിലെ മരണനിരക്ക് താരതമ്യേന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് ആണ്, ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെറ്റാലിറ്റി റേറ്റ് ആണ് കേരളത്തിലുള്ളത്.